സാവധാനത്തിലുള്ള പഠനം. ഇങ്ങനെയുള്ളവർ കൂടുതലായും സക്സസ് ആവുന്നില്ല. ഇത്തരക്കാർ ധാരാളം സ്വപ്നങ്ങൾ മെനഞ്ഞുകൂട്ടും. എന്നാൽ ആ സ്വപ്നങ്ങൾ അത് സ്വപ്നമായിട്ട് മാത്രം അവശേഷിക്കും. അത് യാഥാർത്ഥ്യമാക്കാൻ വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്നതിനേക്കാളും ടൈം അവർ ഈ സ്വപ്നം കാണാൻ വേണ്ടി മാത്രം എടുക്കുന്നു. അതായത് ഞാൻ പറഞ്ഞു വരുന്നത്, കുറച്ച് ടൈപ്പ് ആൾക്കാരുണ്ട്. അവർ ഫുൾ ടൈം പഠനമാണ്, നന്നായിട്ട് അവർ വർക്ക് ചെയ്യുന്നുണ്ട്, നന്നായിട്ട് പഠിക്കുന്നുണ്ട്. അവർ മറ്റു കാര്യങ്ങളൊക്കെ മാറ്റിവെച്ച് പഠനത്തിന് വേണ്ടിയിട്ട് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട്. അവർക്ക് പഠിച്ച് ജോലി നേടണമെന്ന് വലിയ ആഗ്രഹമൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷേ അവർ പഠിച്ച് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് തിരിഞ്ഞ് നോക്കുമ്പോൾ എന്താണ് തങ്ങൾ പഠിച്ചത്, എന്താണ് പഠിച്ചതെന്ന് തിരിഞ്ഞ് നോക്കുമ്പോൾ ശരിക്കും അവർ കുറച്ച് പോർഷൻസ് മാത്രമേ കവർ ചെയ്തിട്ടുണ്ടാവൂ. ആ ഒരു സമയം കൊണ്ട് ശരിക്കും ഈ സക്സസ് ആവുന്ന ആൾക്കാർ ഒരുപാട് ടോപ്പിക്ക് കവർ ചെയ്ത് കാണും, അല്ലെങ്കിൽ എല്ലാ ടോപ്പിക്കിലൂടെയും ഒന്ന് കടന്നു പോയിട്ടുണ്ടാവും. എന്നാൽ ഇത്തരക്കാർ ശരിക്കും ഒരു കുഞ്ഞു ടോപ്പിക്ക് മാത്രമേ കവർ ചെയ്തിട്ടുണ്ടാവുള്ളൂ. അവർ ആ കവർ ചെയ്തത് തന്നെ വീണ്ടും വീണ്ടും, ആ പഠിച്ചു തീർത്തതിനെ വീണ്ടും വീണ്ടും ഒരു റിവിഷൻ ചെയ്തുകൊണ്ടേയിരിക്കുകയായിരിക്കും. കാരണം അവർക്കത് ഇൻട്രസ്റ്റ് ഉള്ള ടോപ്പിക്കായിരിക്കാം, അല്ലെങ്കിൽ ഏറ്റവും എളുപ്പമുള്ള ടോപ്പിക്കായിരിക്കാം. അവരത് തന്നെ പഠിച്ചിരിക്കുന്നു. അപ്പോൾ റിവിഷൻ എന്ന് പറയുന്നത് നല്ലതാണ്. പക്ഷേ ഇത് ഓവറായിട്ട് ഒരു ടോപ്പിക്ക് തന്നെ വീണ്ടും വീണ്ടും പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് മറ്റു ടോപ്പിക്കുകളിലോട്ട് ഒരിക്കലും പോകാൻ കഴിയില്ല. നമുക്ക് ടൈം ഒരുപാട് എടുക്കേണ്ടി വരുന്നു. പതുക്കെയാണ് നമ്മൾ ഓരോ ടോപ്പിക്കിലോട്ടും കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് തീർച്ചയായിട്ടും വളരെ നെഗറ്റീവായിട്ടായിരിക്കും ഇത് ബാധിക്കുന്നത്. ചിലവർക്ക് ഒരു വട്ടം വായിച്ചു കഴിഞ്ഞാൽ ഏകദേശം മനസ്സിലാവും. ഒന്നും കൂടെ വായിക്കുമ്പോൾ അവർക്ക് പിന്നെ അത് പഠിക്കേണ്ട ആവശ്യം വരാറില്ല. അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. എന്നാൽ ചില ആൾക്കാരുണ്ട്, അവർക്ക് ഒരുപാട് പ്രാവശ്യം വായിച്ചാൽ മാത്രമേ ഒരു കാര്യം മനസ്സിലാവുകയും പഠിക്കാനും പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ടൈം ഒരുപാട് പോവുകയാണ്. അപ്പോൾ അങ്ങനെയുള്ളവർ എന്ത് ചെയ്യണമെന്നാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്, നിങ്ങൾക്ക് ഡിസ്റ്റർബൻസ് ഒന്നുമില്ലാത്ത ഒരു ഏരിയ പഠനത്തിനായിട്ട് എടുക്കുക എന്നുള്ളതാണ്. അതായത് ശ്രദ്ധ മാറ്റുന്ന കാര്യങ്ങളൊന്നും അവിടെ ഉണ്ടാവരുത്. നിങ്ങൾക്ക് ഫുൾ കോൺസെൻട്രേഷനോട് കൂടി ഇരുന്ന് പഠിക്കാൻ പറ്റുന്ന ഒരു സൈലൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ നിങ്ങൾക്ക് പഠനത്തിനായിട്ട് ഉണ്ടായിരിക്കണം. ഇതൊരു കാര്യമാണ്. അപ്പം ചിലവർക്ക് അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവാറില്ലായിരിക്കാം. അപ്പോൾ അവിടെ നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. അവർ തീർച്ചയായിട്ടും നൈറ്റൊക്കെ കൂടുതൽ പഠിക്കാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ ഏർലി മോർണിംഗ് ഒക്കെ പഠിക്കാൻ ശ്രമിക്കുക. അതേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അടുത്തതായിട്ട് പിന്നെ ചെയ്യേണ്ടത്, നിങ്ങൾ പഠിച്ചു കഴിഞ്ഞിട്ട് നിങ്ങളോട് തന്നെ നിങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കുക. അപ്പം അത് പഠിച്ചു കഴിഞ്ഞതിന് ശേഷം നിങ്ങളോട് തന്നെ ചോദ്യങ്ങൾ ചോദിച്ചു, നിങ്ങളതിൻ്റെ ആൻസർ പറയുന്നു. പിന്നെ നിങ്ങൾ കുറേ ദിവസങ്ങൾ കഴിഞ്ഞിട്ട് വീണ്ടും നിങ്ങളത് ആവർത്തിക്കുക. അപ്പോഴും നിങ്ങൾക്ക് ആൻസറൊക്കെ പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ പിന്നെ ആ ടോപ്പിക്കിൽ കുത്തിയിരുന്നിട്ട് കാര്യമൊന്നുമില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ ചെറിയ ടൈം ലിമിറ്റ് വെച്ച് ചെറിയ പോർഷൻസ് പഠിക്കുക. ഇപ്പം നിങ്ങളൊരു 5 മിനിറ്റ് എടുത്തിട്ട് ഒരു ചെറിയ പോർഷൻസ് പഠിച്ചു തീർക്കണം, അല്ലെങ്കിൽ നിങ്ങളൊരു 2 മണിക്കൂർ എടുത്ത് ഒരു ചെറിയ പോർഷൻസ് പഠിച്ചു തീർക്കണം. അങ്ങനെ ഓരോരോ പോർഷൻസിൽ നിങ്ങൾ ചെറിയ ടൈം ലിമിറ്റ് വയ്ക്കുക. അപ്പോൾ അതൊരു ടാർഗറ്റ് പോലെ നിങ്ങൾക്ക് പെട്ടെന്ന് പഠിച്ചു തീർക്കാനുള്ള ആ ഒരു എനർജി, നിങ്ങൾക്കൊരു ആവേശം ഉണ്ടാവും. പിന്നെ എനിക്ക് പറയാനുള്ളത്, സാധാരണ നന്നായി പഠിക്കുന്ന ഒരാളെക്കാൾ കുറച്ചധികം ടൈം ഈ പതുക്കെ പഠിക്കാൻ കഴിയുന്ന, സാവധാനത്തിൽ പഠിക്കാൻ കഴിയുന്ന ആൾക്കാർക്ക് ആവശ്യമായി വരും. അത് നിങ്ങളുടെ മനസ്സിൽ നിരാശയായിട്ട് നിൽക്കാൻ പാടില്ല. കാരണം എനിക്ക് ഒരുപാട് തവണ വായിച്ചാൽ, അല്ലെങ്കിൽ ഒരുപാട് ടൈം എടുത്തേ പഠിക്കാൻ കഴിയുള്ളൂ എന്നുള്ള ആ ഒരു ആശങ്ക നിങ്ങളുടെ മനസ്സിൽ വരാനേ പാടില്ല. പെട്ടെന്ന് പഠിച്ച് തീർക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവരൊക്കെ പെട്ടെന്ന് പഠിക്കുന്നു, അവർ പെട്ടെന്ന് റിവിഷൻ ചെയ്യുന്നു. ആ ഒരു ടെൻഷനൊന്നും നിങ്ങൾക്കുണ്ടാവരുത്. അങ്ങനെ അഥവാ ഉണ്ടായാലും നിങ്ങൾ അമിതമായിട്ട്, അല്ലെങ്കിൽ അവരോടൊപ്പം എത്താൻ വേണ്ടിയിട്ട് സ്പീഡിൽ പഠിച്ച് മനസ്സിലാവാതെ പെട്ടെന്ന് പഠിച്ച് പോയി അവസാനം അതുമില്ല ഇതുമല്ല ഒന്നുമില്ലാത്തൊരവസ്ഥയിലാവാതെ നിങ്ങൾ സ്ട്രെയിൻ ചെയ്ത് പഠിക്കരുത്. ഇടയ്ക്ക് നിങ്ങൾ ഇൻ്റർവെൽ എടുത്തൊക്കെ പഠിക്കാൻ പാടുള്ളൂ. പിന്നെ എല്ലാവർക്കും അവരുടേതായ കഴിവുകളുണ്ട്. എന്നാൽ ഈ സാവധാനമൊക്കെ പഠിക്കുന്നു, നമുക്ക് ഒരുപാട് ടൈം വേണം പഠിക്കാൻ, എന്നാലേ മനസ്സിലാവുന്നുള്ളൂ, അങ്ങനെയൊക്കെയുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ അവർ പൊതുവേ അവരുടെ മനസ്സിൽ, അവരുടെ മൈൻഡിൽ ഓൾറെഡി അവർ പറഞ്ഞു വെച്ചിരിക്കുന്നത്, എനിക്കിതൊന്നും നേടാൻ കഴിയില്ല, എനിക്കിത് കിട്ടില്ല, എനിക്ക് ഇത്രയും ടൈമായിട്ട് ഞാൻ ഒരുപാട് പഠിച്ചിട്ടും എനിക്ക് ഈ സിലബസിൻ്റെ ഒരു പകുതി ഭാഗം പോലും എനിക്ക് കവർ ചെയ്യാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ എത്ര പഠിച്ചിട്ടും ഇത്രയും വർക്ക് ചെയ്തിട്ടും എനിക്ക് ഒന്നും എത്താൻ പറ്റുന്നില്ല, ഇംഗ്ലീഷും മാത്സും ഒക്കെ എന്നെക്കൊണ്ട് പറ്റില്ല. ഇങ്ങനെയൊക്കെ ശരിക്കും അവരുടെ മനസ്സിൽ ഉറച്ചു പോയി. കാരണം അവരൊരുപാട് ടൈം എടുക്കുന്നു, അതുകൊണ്ട് അവർക്ക് പഠിക്കാൻ പറ്റുന്നില്ല അവർക്ക് ഇതൊന്നും നേടാൻ പറ്റില്ല എന്നൊരു അവരുടെ മനസ്സിൽ, അങ്ങനെ ഒരു തോട്ട് അവരുടെ മനസ്സിൽ ഓൾറെഡി ആയി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് മാറ്റാൻ അവർ തയ്യാറല്ല. അത് ഒരു പ്രധാന കാരണമാണ്. അപ്പോൾ അത് നിങ്ങൾ തീർച്ചയായിട്ടും മാറ്റിയേ പറ്റൂ. പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പഠന രീതി എങ്ങനെയാണ് നിങ്ങൾ തന്നെ കണ്ടെത്തുക. ചിലവർക്ക് ഉറക്കെ വായിച്ച് പഠിക്കുന്നത് പെട്ടെന്ന് മനസ്സിലാവും. ചിലവർക്ക് സൈലൻ്റായിട്ട് മനസ്സിൽ വായിക്കുന്നതായിരിക്കും കൂടുതൽ മനസ്സിലാവുക. ചിലവർക്ക് എഴുതി പഠിക്കുന്നത് ഭയങ്കരമായിട്ടും പെട്ടെന്ന് മനസ്സിലാവും. പക്ഷെ അത് സമയം ഭയങ്കരമായിട്ടും പോവും. അപ്പം അതും കൂടെ നിങ്ങളൊന്ന് നോക്കുക.
അപ്പോൾ നമ്മുടെ പഠനത്തിനായിട്ട് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള വഴികൾ കണ്ടുപിടിക്കുക. അത് നമ്മുടെ പഠനത്തിനെ വേഗത്തിലാക്കാൻ കഴിയും. എല്ലാ ദിവസവും നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. എന്തൊക്കെയാണ് പഠിച്ച് തീർക്കേണ്ടതെന്ന് നിങ്ങൾക്കൊരു ബോധമുണ്ടാവണം. അതായത് ഒരു ടു ഡു ലിസ്റ്റ് നിങ്ങൾ തയ്യാറാക്കുക, എന്നിട്ട് അതിനെ കംപ്ലീറ്റ് ചെയ്യുകയും ചെയ്യുക. അപ്പോൾ നമ്മൾ പഠിച്ചത് തന്നെ കുറേ പ്രാവശ്യം പഠിച്ചിരുന്നിട്ട് പ്രത്യേകിച്ച് ഗുണങ്ങൾ കിട്ടാനില്ല. നമുക്ക് റിവിഷൻ എന്ന് പറയുന്നത് അത്യാവശ്യമാണ്. എന്നാൽ റിവിഷൻ ചെയ്യേണ്ടത് ശരിക്കും പഠിച്ച് ഒരാഴ്ച കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഒരു 5 ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മൾ പഠിച്ചതിനെ വീണ്ടും ഒന്നുകൂടി റിവിഷൻ ചെയ്യുക എന്നുള്ളത്. റിവിഷൻ ചെയ്യുക എന്ന് പറയുന്നത്. അതേസമയം നമ്മൾ പഠിച്ചത് തന്നെ പിന്നെയും പഠിച്ചിരിക്കുക, ഇന്ന് അത് തന്നെ പഠിക്കുക, നാളെ അത് തന്നെ പഠിക്കുക, ആ ഒരു ഏരിയ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കുക, ആ ഏരിയയിൽ നിന്ന് മാറി പോകുന്നില്ല, വേറൊരു ടോപ്പിക്കിലോട്ട് പോകുന്നില്ല. അപ്പോൾ അത് എളുപ്പമുള്ള ടോപ്പിക്കായിരിക്കും, അതുകൊണ്ടായിരിക്കും നിങ്ങൾ അവിടെ തന്നെ നിൽക്കുന്നത്. പക്ഷെ അങ്ങനെ ചെയ്യാൻ പാടില്ല. നിങ്ങൾ റിവിഷൻ ചെയ്യുന്നത് ശരിക്കും ഒരാഴ്ച കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ അത് മറക്കാറാവുന്ന അത്രയും ടൈം വരുമ്പോൾ നിങ്ങൾ റിവിഷൻ ചെയ്യുമ്പോഴാണ് അത് നിങ്ങൾക്ക് കൂടുതൽ എഫക്റ്റീവായിട്ട് വരുന്നത്. ഇനി നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ഡൗട്ട് ഉണ്ടായിരിക്കാം. അപ്പോൾ അതൊക്കെ മാക്സിമം നിങ്ങൾ അതിനെയൊക്കെ ശ്രദ്ധിച്ച് അത് മാക്സിമം ആ ഡൗട്ടിനെയൊക്കെ ഇല്ലാതാക്കാൻ ശ്രമിക്കുക. അതായത് മാക്സിമം അതിനെ കംപ്ലീറ്റ് ചെയ്ത് പൂർണ്ണമായിട്ടും അതിനെ പഠിക്കാൻ ശ്രമിക്കുക, ഡൗട്ട് ഇല്ലാതാക്കാൻ ശ്രമിക്കുക എന്നുള്ളതും വളരെ നല്ലൊരു കാര്യമാണ്. ഏറ്റവും വലിയൊരു കാര്യമെന്ന് പറയുന്നത് ഒരു ദിവസം എനിക്കിത് നേടാനാകുമെന്ന വിശ്വാസത്തിൽ പഠിക്കുക. നിങ്ങൾ പഠിക്കുമ്പോൾ എത്രത്തോളം കാര്യങ്ങളാണ് നിങ്ങൾ മാറ്റി വയ്ക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ എത്ര നല്ല ജീവിതത്തിൽ എത്ര നല്ല കാര്യങ്ങളാണ്, എത്ര നല്ല സന്തോഷമുള്ള കാര്യങ്ങൾ, നിമിഷങ്ങൾ നിങ്ങൾ മാറ്റിവെച്ചിട്ടാണ് നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുന്നത്, അതോർക്കുക. പിന്നെ വേറെ കുറച്ച് ആൾക്കാരുണ്ട് ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് പഠിക്കുന്നവർ. അപ്പം വീട്ടിലെ സാഹചര്യങ്ങളില്ലാത്തതുകൊണ്ട് അവർ നൈറ്റ് പഠിക്കുന്നവരുണ്ട്, ഏർലി മോർണിംഗ് ഡെയിലി പഠിക്കുന്നവരുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ കുഞ്ഞുങ്ങളുള്ളവർ അങ്ങനെ ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് പഠിക്കുന്നവരുണ്ട്. അപ്പോൾ അവരൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കുക, ചിന്തിച്ച് നോക്കുക. നിങ്ങൾ ഇത്രയും സ്ട്രഗിളിൻ്റെ ഇടയിൽ നിന്ന് കഷ്ടപ്പെട്ടാണ് പഠിക്കുന്നത്. അപ്പോൾ ആ കഷ്ടപ്പെടുന്നതിൻ്റെ വില നമുക്ക് കിട്ടണം. അപ്പോൾ അങ്ങനെ കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് അത് കിട്ടണം, എനിക്കിത് നേടണമെന്നുള്ള ഭയങ്കരമായിട്ടുള്ളൊരു ആഗ്രഹം നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. അത് ഈ ഒരു ജോലിയും നേടിയേ നിങ്ങൾ പോകൂ, ഈ ജോലി നിങ്ങൾക്ക് നേടിയേ പറ്റൂ എന്നുള്ളൊരു ബോധം നിങ്ങൾക്കുണ്ടാവണം. കാരണം നമ്മുടെ ഇത്രയും നല്ല ടൈം നമ്മൾ കളഞ്ഞുകൊണ്ട് ഇതിലേക്ക് നമ്മൾ കൊടുക്കുകയാണ്. അപ്പോൾ അത്രയും ടൈം ഇപ്പോൾ ഒരുപാട് പേര് കാണും 5, 6 വർഷം, 10 വർഷം, 12 വർഷം, 15 വർഷത്തോളമൊക്കെ പഠിക്കുന്ന ആൾക്കാർ വരെ ഇപ്പോൾ കാണും. അപ്പോൾ ഇനിയും നിങ്ങൾ ഇത്രയും വർഷം പഠിച്ചിട്ടും എനിക്ക് ജോലി കിട്ടുന്നില്ല, ലിസ്റ്റിൽ വരുന്നില്ല, ഇത്രയും വർഷമായി, അപ്പോൾ ഇനി കിട്ടാൻ ചാൻസ് ഇല്ല എന്ന് ഒരിക്കലും വിചാരിക്കരുത്. നിങ്ങൾ ചെയ്യുന്നത് നിങ്ങൾക്ക് ഇനിയും സമയമുണ്ടെന്നുള്ള ആ ഒരു ചിന്ത നിങ്ങളുടെ മനസ്സിലുണ്ട്. കൂടാതെ നിങ്ങൾക്ക് അതിയായിട്ട് ഇത് വേണമെന്നുള്ള ആ ഒരു ആഗ്രഹം നിങ്ങൾക്ക് വരുന്നില്ല എന്നുള്ളതാണ്. ജോലി കിട്ടിയേ പറ്റുമെന്നുള്ള ആ ഒരു ഡിസിഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പെട്ടെന്ന് ജോലിക്ക് കയറാം, പെട്ടെന്ന് റാങ്കിൽ വരാം, ഒക്കെ ചെയ്യാം. അപ്പോൾ ഈ ഒരു തോട്ട് വരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രശ്നം. ചില ആൾക്കാരുണ്ടായിരിക്കും ഒരുപാട് വർഷങ്ങളായിട്ട് പഠിക്കുന്നവർ, പക്ഷേ അവർക്ക് അന്നൊന്നും ജോലി വേണമെന്നൊന്നുമില്ല. അവർ എല്ലാവരും എഴുതുന്ന പോലെ പോയി എക്സാം എഴുതുന്നു. അവർക്ക് അതിയായ ഭയങ്കര ആഗ്രഹമൊന്നുമില്ല, പെട്ടെന്ന് ജോലി കിട്ടണം അങ്ങനെയൊന്നുമില്ല. എല്ലാവരും ഒരു PSC ടെസ്റ്റ് എഴുതാൻ പോകുന്നു, അങ്ങനെ അവരും പോകുന്നു, അങ്ങനെയാണ്. പക്ഷെ കുറേ നാൾ കഴിയുമ്പം ഇവർക്ക് ഈ ജോലി വേണമെന്നുള്ള ആ ഒരു പോയിന്റ് എത്തും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവർ, അതായത് ഒന്നുകിൽ അത് ഏജ് ഓവർ ആവാറാകുമ്പോഴായിരിക്കും, അല്ലെങ്കിൽ ജീവിതത്തിൽ കൂടുതൽ വരുമാനം വേണം, അങ്ങനെയൊക്കെയുള്ള പ്രതിസന്ധികൾ വരുമ്പോൾ തീർച്ചയായിട്ടും, അല്ലെങ്കിൽ മറ്റുള്ളവർ കളിയാക്കുമ്പോൾ, അല്ലെങ്കിൽ ജോലിയൊന്നും ആയില്ലേ എന്നൊക്കെ വിമർശിക്കുന്ന അങ്ങനെയൊക്കെ ഒരുപാട് സാഹചര്യങ്ങളൊക്കെ വരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ജോലി കിട്ടിയേ പറ്റൂ. മടുത്തു, അല്ലെങ്കിൽ നമ്മളൊരു വേറൊരു ജോലിക്ക് പോകുമ്പോൾ അവിടെ പോയി എടുക്കുന്നില്ല, കാരണം ഇത്ര ഏജ് ആയതുകൊണ്ട് ഇനി പ്രൈവറ്റ് മേഖലകളിൽ പോലും ജോലിക്ക് നിങ്ങൾക്ക് ചാൻസ് കുറവാണ്. അപ്പോൾ അങ്ങനെയുള്ളവർ തീർച്ചയായിട്ടും അവർക്ക് ജോലി കിട്ടിയേ പറ്റൂ എന്നുള്ള ആ ഒരു രീതിയിലെത്തുന്നു. അപ്പോൾ ആ രീതിയിലെത്തുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ജോലി കിട്ടാൻ ചാൻസ് കൂടുതലാണ്. അപ്പം നിങ്ങളിത് കളഞ്ഞിട്ട് പോകാതെ ഇതിൽ കൂടുതൽ ഡെഡിക്കേറ്റ് ചെയ്ത് നിൽക്കുക എന്നുള്ളതാണ്. നിങ്ങൾ പ്രധാനമായിട്ടും മനസ്സിൽ എപ്പോഴും ചിന്തിക്കണം, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ഇത്രയും കഷ്ടപ്പെട്ട് പഠിക്കുന്നത്. ഇത് എപ്പോഴും നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം. എന്തിന് ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് പഠിക്കുന്നു, ഇത്രയും സ്ട്രഗിൾ ചെയ്തിട്ട് ഞാൻ എന്തിനാണ് പഠിക്കുന്നത്. അപ്പോൾ ആ ജോലി കിട്ടുമ്പോഴുള്ള ആ ഒരു നെഗറ്റീവ് സൈഡ് നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം. ഇത്രയും കഷ്ടപ്പെട്ട് ഞാൻ എന്തിനാണ് പഠിക്കുന്നത്, അതിൻ്റെ റിസൾട്ട് എന്തായിരിക്കും, ആ റിസൾട്ട് കൊണ്ട് നമുക്കുണ്ടാകുന്ന ബെനിഫിറ്റ്സ് എന്തായിരിക്കും എന്ന് നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. നിങ്ങൾ കുറേ രീതിയിൽ പഠിക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ ചില രീതികൾ നിങ്ങൾക്ക് കറക്റ്റ് ആവണമെന്നില്ല, പക്ഷേ നിങ്ങളത് അതാണ് കറക്റ്റ് എന്ന് പറഞ്ഞ് നിങ്ങൾ ഒരുപാട് നാൾ പഠിക്കും, പക്ഷെ നിങ്ങൾക്ക് അതിലൊരു ഇമ്പ്രൂവ്മെൻറ്റോ റിസൾട്ടോ ഒന്നും ഉണ്ടാവുന്നില്ല. അപ്പോഴേ നിങ്ങൾ മനസ്സിലാക്കിക്കോണം നിങ്ങൾ ചെയ്യുന്ന തെറ്റായിട്ടുള്ള റൂട്ടിലോട്ടായിരിക്കും നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനെ ഒന്ന് പരിഷ്കരിക്കാൻ നിങ്ങൾ ശ്രമിക്കണം. അങ്ങനെ നമ്മൾ പരിഷ്കരിച്ച് പഠനരീതികൾ മാറ്റി കൊണ്ടുവന്നാൽ നമുക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള എന്താണെന്ന് നമുക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റും.
പഠനം ഇനിയും നീട്ടി കൊണ്ടുപോകുന്നതിൽ അർത്ഥമുണ്ടെന്ന് തോന്നുന്നില്ല. എത്രയും പെട്ടെന്ന് എന്തെങ്കിലും ഒരു ജോലിയിൽ കയറുക എന്നുള്ളതാണ് നിങ്ങളിപ്പോൾ ചെയ്യേണ്ട ഏറ്റവും വലിയ. അതിനുവേണ്ടി കൂടുതലായിട്ട് നിങ്ങൾ വർക്ക് ചെയ്യുക, നിങ്ങൾ അതിനുവേണ്ടി കൂടുതലായിട്ട് ആഗ്രഹിക്കുക. ഇനി ജോലി എത്രയും പെട്ടെന്ന് കിട്ടിയേ പറ്റൂ എന്നുള്ള ആ ഒരു രീതി കൊണ്ടുവരിക. പ്രീവിയസ് ക്വസ്റ്റ്യൻസിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്, അതെങ്ങനെയാണ് എൻ്റെ മാർക്കിനെ ഇമ്പ്രൂവ് ചെയ്തതെന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്നെ കൊണ്ട് പറ്റുന്ന രീതികളെല്ലാം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതുപോലെ നമ്മൾ ക്ലാസ്സിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ആയിരിക്കും കൂടുതലും നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. താങ്ക് യു.